Tysień Chrystus rodzi i na świat przychodzi. Ciemna noc w jasności promienistej brodzi. Aniołowie się radują, pod niebiosa wyśpiewują. Gloria, Gloria, Gloria in excelsis Deo. Aniołowie się radują, pod niebiosa wyśpiewują. Gloria, Gloria, Gloria in excelsis Deo. ഹായ് ഫ്രണ്ട്സ്. ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലെസ് യു ഓൾ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? 2 ആഴ്ചയിൽ നിങ്ങളൊക്കെ വന്ന് കണ്ടിട്ട്. ക്രിസ്മസ് ആയപ്പോൾ ഇവിടെ ക്രിസ്മസിന്റെ തിരക്ക്, അതൊന്ന് തീർന്നു വന്നപ്പോൾ പിന്നെ ന്യൂ ഇയറായി, അതിന്റെ തിരക്കുമായി. ഇവിടെയൊക്കെ ക്രിസ്മസ് കഴിയുമ്പോൾ പിന്നെ ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിലൊക്കെ വിസിറ്റ് ചെയ്യും. പിന്നെ ചെറിയ ചെറിയ കോഫി പാർട്ടീസൊക്കെ കാണും. ഞങ്ങളും ചില കസിൻസിൻ്റെ വീടുകളിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ തിരക്കായി. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് കേട്ടോ. ഇവിടെ പോളണ്ടിൽ ഡിസംബർ 24 ക്രിസ്മസ് ഈവ് ആണ്. അതാണ് ആക്ച്വലി ക്രിസ്മസിൻ്റെ ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള ദിവസം ഇവിടെ പോളണ്ടിൽ. പിന്നെ ഡിസംബർ 25ഉം 26ഉം ഇവിടെ ക്രിസ്മസ് ആണ്. പിന്നെ ആക്ച്വലി ഇവിടെ ക്രിസ്മസ് എന്ന് പറയുന്നത് സീസണൽ സെലിബ്രേഷൻ പോലെയാണ്. എന്ന് വെച്ചാൽ ക്രിസ്മസിൻ്റെ ഫുൾ ഒരു സെലിബ്രേഷൻ തീരുന്നത് ജാനുവരി ലാസ്റ്റ് വീക്കായിരിക്കും. എല്ലാ പള്ളികളിലും ജാനുവരി ലാസ്റ്റ് വീക്ക് വരെ ക്രിസ്മസ് കരോൾസ് പാടാറുണ്ട്. പിന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻസും പള്ളിയിലെ മറ്റ് ഡെക്കറേഷൻസൊക്കെ അതുവരെ അവർ ചെയ്യാറുണ്ട്. പിന്നെ വീടുകളിലും അതേപോലെയാണ്. ഞങ്ങൾ ക്രിസ്മസ് ട്രീ ജാനുവരി ലാസ്റ്റ് വീക്ക് വരെ വയ്ക്കും. മറ്റെല്ലാ ഡെക്കറേഷൻസ്, പിന്നെ സിറ്റിയിലായാലും സ്ട്രീറ്റിലെ ഡെക്കറേഷൻസ്, ഇലുമിനേഷൻ, എല്ലാം ജാനുവരി ലാസ്റ്റ് വീക്കോടുകൂടെ ആണ് എല്ലാം ആ ഒരു സെലിബ്രേഷൻ തീരുന്നത് ക്രിസ്മസിൻ്റെ. അപ്പോൾ ഈ ജാനുവരി ലാസ്റ്റ് വീക്ക് വരെ ഫ്രണ്ട്സും ഫാമിലി വിസിറ്റൊക്കെ ഒത്തിരി ഉണ്ടാകും. അങ്ങനെയാണ്. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ഇടുവാണ്. ഞങ്ങളുടെ ക്രിസ്മസ് ഈവ് ഫീസ്റ്റിൻ്റെ വീഡിയോയും പിന്നെ ക്രിസ്മസ് ഡേയുടെ ഡിന്നറും കോഫിയുടെയും പിക്ചേഴ്സ്, ചെറിയൊരു വീഡിയോ ആണ് ഇടുന്നത്. പിന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ ക്രിസ്മസ് ഈവ് സെലിബ്രേഷനാണ്. പോളണ്ടിൽ പ്രധാനമായും ഈ ക്രിസ്മസ് ഈവ് സെലിബ്രേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 4 മണിക്കോ 5 മണിക്കോ ആണ് നമ്മൾ ഈ ക്രിസ്മസ് ഫീസ്റ്റ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് സാന്റാക്ലോസ് വരും. ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ എനിക്ക് പ്രസൻറ്റ് തരാനായിട്ട്. പിന്നെ പിന്നെ ഞങ്ങൾ ക്രിസ്മസ് ട്രീയുടെ അടിയിൽ പ്രസൻറ്റ് വെച്ചിരിക്കുമല്ലോ, അപ്പോൾ ഞങ്ങളും ക്രിസ്മസ് പ്രസൻറ്റൊക്കെ എടുക്കും. അത് കഴിഞ്ഞൊരു കോഫി ഉണ്ട്. പിന്നെ ഞങ്ങൾ 10 മണിക്കാണ് ഇവിടെ ക്രിസ്മസ് സർവീസ് പള്ളികളിൽ, അപ്പോൾ അതിന് പോകും. അപ്പോൾ ഞങ്ങളിപ്പോൾ ക്രിസ്മസ് ഈവ് ഫീസ്റ്റിന് ഇരിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഞാനും വെറോണിക്കയും. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ഈവ് ഫീസ്റ്റിൻ്റെ ടേബിൾ അറേഞ്ച്മെൻറ്റ്. പിന്നെ പോളണ്ടിൽ ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും എല്ലാ പോളിഷ് ഫാമിലീസിലും പക്ക ട്രഡീഷണൽ രീതിയിൽ മാത്രമാണ് എല്ലാം, ഈവൻ കഴിക്കുന്ന ഫുഡ് പോലും. പിന്നെ ഞങ്ങൾ ടേബിൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു പ്ലേസ് ട്രാവലറിന് വേണ്ടി കരുതാറുണ്ട്. അവിടെയാണ് വെറോണിക്ക അവളുടെ ടെഡിയെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. പിന്നെ ഈ ക്യാൻഡിൽ പള്ളിയിൽ നിന്നും വാങ്ങുന്നതാണ്. എല്ലാ പോളിഷ് വീടുകളിലും ഈ ക്യാൻഡിൽ ടേബിളിൽ കത്തിച്ച് വെക്കും ക്രിസ്മസിന് നമ്മൾ കഴിക്കാൻ ഒരുമിച്ചിരിക്കുമ്പോഴൊക്കെ.
ഈ വൈറ്റ് കളറിലെ ബ്രെഡ് കണ്ടോ? ഇത് പള്ളിയിൽ നിന്നും കിട്ടുന്ന ബ്ലെസ്ഡ് ബ്രെഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്രിസ്മസിന് ഇവിടെ എല്ലാ കാര്യങ്ങളും പോളിഷ് ട്രഡീഷണൽ രീതിയിൽ മാത്രമാണെന്ന്. അതുകൊണ്ട് നമ്മൾ ഈ ഫീസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് ഈ ടേബിളിന് ചുറ്റും നിന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് എല്ലാവരും ഈ ബ്രെഡിൽ നിന്നും ഓരോ പീസ് എടുത്ത് 2 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്മസ് വിഷ് ചെയ്ത് ഈ ബ്രെഡിൽ നിന്നും ഓരോ പീസ് മുറിച്ച് കഴിച്ച് ഹഗ് ആൻഡ് കിസ് ചെയ്യും. അങ്ങനെ എല്ലാവരും തമ്മിൽ ചെയ്തിരിക്കണമെന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കാനിരിക്കും. പിന്നെ ഒരു കാര്യം, നമ്മൾ പോളിഷ് ക്രിസ്മസ് ഈവ് ഫീസ്റ്റിന് മീൻ മാത്രമേ കഴിക്കത്തുള്ളൂ. മീറ്റ് ആൻഡ് ചിക്കൻ ഒന്നും കഴിക്കത്തില്ല. ക്രിസ്മസ് ഈവ് ഫീസ്റ്റിനുള്ള സ്പെഷ്യൽ ഐറ്റം ഈ ഫിഷ് ആണ്. ഇത് ഈ സീസണിൽ മാത്രമേ മാർക്കറ്റുകളിൽ നമുക്ക് ഫ്രഷായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഫിഷ് സൂപ്പുണ്ട്. പിന്നെ ഈ ഫിഷ് ഫ്രൈ, ഇത് പ്രത്യേകം ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഫിഷാണ്, കുറച്ച് സ്പൈസസുമായിട്ട്, ഇവിടെ കിട്ടുന്ന സ്പൈസസ്. പിന്നെ ഒരു ഡ്രിങ്ക് ഉണ്ട്, അത് വെജിറ്റബിൾ, ഈ ഡ്രിങ്ക് ഇത് ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ വേറെ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ഗ്രീൻ ലീവ്സൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്. എന്നെ പോളിഷിൽ ബാർഷ് എന്ന് പറയും. പിന്നെ ഫെർമെൻറ്റഡ് ക്യാബേജും മഷ്റൂമും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യുന്ന ഒരു ഫുഡുണ്ട്. ഇത്രയുമാണ് മെയിൻ. പിന്നെ ബ്രെഡ്, കുറച്ച് സോസസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ആ ബ്ലെസ്ഡ് ബ്രെഡ് വിഷ് ചെയ്ത് കഴിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ ഞങ്ങളത് ചെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇത് നിങ്ങൾക്കായിട്ട് ഞാനും വെറോണിക്കയും ഒന്ന് ചെയ്ത് കാണിച്ചു തന്നതാണ് കേട്ടോ. അങ്ങനെ വെറോണിക്കയ്ക്കുള്ള ക്രിസ്മസ് പ്രസൻറ്റുമായിട്ട് സാന്റാക്ലോസ് വന്നു. വെറോണിക്കയോട് പേര് ചോദിക്കുകയും പിന്നെ ക്രിസ്മസ് കെറോൾസ് പാടാനൊക്കെ പറയുവാണ്. Bardzo ładnie, bardzo ładnie. Sing. മമ്മ വെറോണിക്കയോട് പറയാ, വീട്ടിൽ കിടന്ന് അലറി വിളിച്ച് പാടിയിട്ട് ഇപ്പം എന്താ പതുക്കെ പാടുന്നേന്ന്. പിന്നെ ഇത് പറയാൻ മറന്നുപോയി, ഇതാണ് എൻ്റെ ഇൻലോസ്, വാൽഡിയുടെ പപ്പയും മമ്മയും കേട്ടോ. Bardzo ładnie. Bardzo. സാന്റാക്ലോസ് വെറോണിക്കനെ അടുത്തോട്ട് വിളിക്കുകയാണ് പ്രസന്റ് ഒക്കെ കൊടുക്കാൻ. No, tak. Zermusi. Ojej, ojej. Zermusiło się. I już jest dobrze teraz. I już jest dobrze. Już kończy na dziś i wraca do Laponii. Tak jest, na biegu. Nie, w tym roku pociągiem. W tym roku pociągiem, bo nie ma śniegu. No sporo było, sporo. Musieliśmy się napracować z moimi pomocnikami. No i teraz tak, to jest chyba dla Ciebie. Tak, Weronusia? No to proszę Cię bardzo. I życzę Ci wesołych świąt, moja droga. Żeby właśnie coś, co się namnożyło i wysypało się do deszczu. PKP pewnie kiedyś przyjadę, nie? No właśnie, a coś tutaj. Proszę Cię bardzo. Proszę Cię bardzo, Weronisiu. Jeden papier zapakowany, wszystko to jest na pewno dla Ciebie, nie? Proszę Cię bardzo.
właśnie. Chwała na wysokości, chwała na wysokość, ja pokój na ziemi. Grają to ci dzieciątymi na liwie. Chwała Na wysokości, chwała na wysokości. a pokój na ziemi. Pięknie, cudownie. Dobra, to na Gwiazdora czas. Musi iść drogę odpocząć. Musi iść, odpocząć. I w trasę Dobrze. jeszcze potem. No, Wiadomo. dobra. ഇപ്പോൾ സാന്റാക്ലോസ് ഞങ്ങളോടൊക്കെ ഹാപ്പി ക്രിസ്മസ് വിഷ് ചെയ്യുവാണ്. പിന്നെ വെറോണിക്കയോട് നല്ല കുട്ടിയായിരിക്കണം, ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത് Do കേട്ടോ. przyszłego roku. പിന്നെ ന്യൂ ഇയറും വിഷ് ചെയ്തു. Wszyscy w zdrowiu się spotkali za rok. Dobrze. Dobra. Dobrze. Say thank you. ഈ ക്രിസ്മസ് ട്രീയുടെ അടിയിലും എല്ലാ ഫാമിലി മെമ്പേഴ്സിനുമുള്ള ക്രിസ്മസ് പ്രസൻറ്റ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ സാന്റാക്ലോസ് പോയി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഈ പ്രസൻറ്റൊക്കെ എടുത്തു. ഈ പിയാനോ വെറോണിക്കയ്ക്ക് സാന്റാക്ലോസിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ പ്രസൻ്റ് ആണ് കേട്ടോ. അദ്ദേഹം പോയതും വെറോണിക്ക തുടങ്ങി കോൺസേർട്ട്. ആക്ച്വലി നേരത്തെ മീനൊക്കെ ഒത്തിരി ഫീസ്റ്റിന് കഴിച്ചതുകൊണ്ട് അധികം വിശപ്പ് തോന്നിയില്ല. എന്നാലും പള്ളിയിൽ പോകുന്നതിന് മുന്നേ ഞങ്ങൾ ചെറിയൊരു കോഫി കുടിച്ചു. ഈ 3 തരം കേക്ക് ഞാൻ ബേക്ക് ചെയ്തതാണ് കേട്ടോ. ഞങ്ങൾ ട്രഡീഷണൽ കേക്ക്സ്, ഒന്ന് ചീസ് കേക്ക്, പിന്നെ ഒന്ന് പോപ്പി സീഡ് കേക്ക്, പിന്നെ മറ്റൊന്ന് ടോഫി ഫഡ്ജ് കേക്കാണ്. ഇതെൻ്റെ ഇൻലോസ്. ഞാൻ പപ്പയും അമ്മയെന്നാണ് വിളിക്കുന്നത്. പിന്നെ പപ്പയും അമ്മയും നിങ്ങളോടെല്ലാവരോടും മേരി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയർ, ഗുഡ് ഹെൽത്ത്, പ്രോസ്പെറിറ്റി ആൻഡ് പീസ് ഒക്കെ വിഷ് ചെയ്യുവാണ് I കേട്ടോ. wszystkiego najlepszego w nowym roku. ഇത് ഡിസംബർ 25 നമ്മുടെ ക്രിസ്മസ് ഡിന്നറാണ്. ഇതിന് ടർക്കിയും പോർക്കുമാണ് മെയിൻ. പിന്നെ ഞങ്ങളുടെ പോളിഷ് ഒരു ഫുഡ് മീറ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന അതിന് ബീഗോസ് എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ക്രിസ്മസിൻ്റെ അന്നുള്ള കോഫിയുടെ പിക്ചറാണ്. ludziom wszem, a żubka Matka Święta czuwa sama uśmiechnięta na dzieciątka sny, na dzieciątka sny. Chrystusie rodzina, to co rodzina i graj mi, i kraju pastej ziemi pytej, cuda ogłaszają. Chwała na wysokości, chwała na wysokość, a pokój na ziemi. Grają to ci dzieciąteczku na liże. Chwała na wysokości, a pokój na ziemi. Nocnej ciszej Bóg się narodził.